മണിരത്നം സംവിധാനം ചെയ്ത കമൽഹാസൻ ചിത്രമായ തഗ് ലൈഫ്. നമ്മൾ ഒരുപാട് സിനിമകൾക്ക്, അതായത് 4 മണി ഷോയും മറ്റ് ഒരുപാട് ഷോകളും നിരാശപ്പെടുത്തിയ സിനിമകളുടെ കൂട്ടത്തിലേക്കാണ് ഈ സിനിമയും വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. കാരണം ഇന്ത്യൻ താത്ത വന്നതിന് ശേഷം ഇതുപോലൊരു താത്തയെ കൂടി നമ്മൾ സഹിക്കേണ്ടി വരുമെന്ന് തീർത്തും കരുതിയില്ല. സോറി ടു സേ, ഈ രംഗനാഥ് എന്നുള്ള ഈ ക്യാരക്ടറും ഈ ഒരു ഗാങ്സ്റ്റർ സ്റ്റോറിയും മണിരത്നത്തിൻ്റെ അല്ലെങ്കിൽ കമൽഹാസൻ്റെയും ലൈഫിൽ തന്നെ, ഫിലിം ലൈഫിൽ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയുടെ കഥാപരിസരം എന്ന് പറയുന്നത് നമുക്ക് ട്രെയിലറും ഇതിലൊക്കെ കണ്ടുപോലെ ഒരു ഗാങ്സ്റ്റർ ഫാമിലിയും അവർക്കിടയിൽ സംഭവിക്കുന്ന ചതികളും വഞ്ചനയും. ശരിക്കും പറഞ്ഞാൽ ഈ ഗാങ്സ്റ്റർ സിനിമകൾ മണിരത്നമോ അല്ലെങ്കിൽ കമൽഹാസനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്നത് ഇവർ പുതിയൊരു ടേക്ക് അല്ലെങ്കിൽ പുതിയൊരു ആംഗിൾ ഈ സിനിമയ്ക്ക് നൽകുമെന്നാണ്. പക്ഷേ ഈ ഒരു പുതിയൊരു ആംഗിൾ ഇതിൽ സംഭവിച്ചത് ഗാങ്സ്റ്ററായ ഒരാളുടെ ഒരു അയാളുടെ ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ, അതാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്തത്. അയാളുടെ ഒരു ഡബിൾ ക്യാരക്ടർ പോലെ കാണിക്കുന്നു. ആ ക്യാരക്ടർ അല്ലാതെ അതും പല സിനിമകളിലും വന്നിട്ട്, അല്ലാതെ ഈ സിനിമകളിൽ എന്താണ് വ്യത്യസ്തതയുള്ളത്? ഈ വ്യത്യസ്തത ഇല്ലെങ്കിൽ തന്നെ മേക്കിംഗ് കൊണ്ട് പിടിച്ചിരുത്താൻ വേണ്ടി സാധിക്കാറുണ്ട്. പക്ഷേ ഇതിലും പല സീനുകളും എഡിറ്റിങ്ങും കട്ടിങ്ങും വളരെ ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ തികച്ചും ഒരു ലെറ്റ് ഡൗൺ ആയിട്ടാണ് ഈ സിനിമ മൊത്തത്തിൽ ഫീൽ ചെയ്തത്. പിന്നെ പല സീരിയസ് ആയിട്ടുള്ള സീനുകളും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴേക്കും കാണികൾ ചിരിക്കുന്ന അവസ്ഥ വരെ പോയി. കാരണം കമൽഹാസൻ സ്ക്രീനിൽ കാണുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഗൂസ്ബംപ് മൊമെന്റ്സ് പോലുമില്ല. പിന്നെ ഈ വിൻവിളി നായക എന്നുള്ള വളരെ ഹിറ്റായിട്ടുള്ള ആ ഒരു BGM അണ്ടർ യൂസ്ഡ് ആയിട്ട് തോന്നി. അത് സിനിമ തീരുമ്പോഴേക്കാണ് ആ സിനിമ വരുന്നത്. സിനിമയുടെ കഥ പോകുന്നത് ഇങ്ങനെ തന്നെയാണ്. ചെറുതായിട്ട് സ്പോയിലർ ഉണ്ടാവും, ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഒരു പോലീസ് അറ്റാക്കിൻ്റെ അടുത്ത് നിന്ന് ഈ കമൽഹാസൻ ഈ ചെറുപ്പക്കാരനായ നമ്മുടെ ചിമ്പുവിൻ്റെ ക്യാരക്ടറിനെ രക്ഷിക്കുന്നതും തുടർന്ന് അവരെ വലുതാവുമ്പോൾ പുള്ളിയുടെ ഹെൽപ്പറായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ പങ്കാളിയായിട്ട് മാറുകയാണ്. ആ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ജോജു ജോർജ്, ഇതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, എണ്ണമറ്റ ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. പക്ഷേ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള റോള് ഇപ്പോൾ കമൽഹാസൻ്റെ കൂടെ തന്നെയുള്ള ചിലംബരശൻ, ഒരുപക്ഷെ ചിലംബരശൻ്റെ റോള് കുറച്ചുകൂടെ വെൽ റിട്ടൺ ആയിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നിൽക്കുന്ന സ്പേസും അതിൻ്റെ ഒരു ഇമോഷൻസും നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. വളരെ കോൺട്രാഡിക്ടറി ആയിട്ട് കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു കമൽഹാസൻ്റേത്. ഒരേ സമയത്ത് ഫാമിലിയിൽ ഒരാൾ കയറി വരുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അതേ ആൾ തന്നെ എനിക്കൊരു പ്രത്യേകതര അസുഖമുണ്ട്. ആ അസുഖമാണ് തൃശ്ശിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് തമാശയാണോ ഉദ്ദേശിച്ചത്? ഈ ഒരു കോൺട്രാഡിക്ടറി ആണ് മനുഷ്യൻ എന്നുള്ള അത്രയും ബ്രില്യൻസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അങ്ങനെ ഒത്തിരി മിസ്റ്റേക്കുകൾ എഴുത്തിൽ പാളി പോയ ഒരു സിനിമയായിട്ടാണ് തഗ് ലൈഫ് വന്നിരിക്കുന്നത്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 75% ഒക്കെ 25% നോട്ട് വർക്ക് ഫോർ മീ. അതായത് ചില ഏരിയകളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സ്ഥലത്തും, അതായത് ചിമ്പുവിന് ഇൻട്രോ അടക്കമുള്ള സോങ്ങിൽ ഒരു എതിരഭിപ്രായം ഫീൽ ചെയ്തു. കാരണം അതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു സ്കോർ പോലെയായിട്ടാണ് വന്നത്. ആ ഒരു ഇമ്പാക്റ്റ് തോന്നിയില്ല. പിന്നെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു ബോൾഡുള്ള ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തൃശ്ശിയാണ്. പക്ഷെ അത് കഥയ്ക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രയും നല്ല ആൾക്കാരെ കയ്യിൽ കിട്ടിയിട്ടും മണിരത്നം പോലുള്ള ഒരു സംവിധായകനെ അവരെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇവരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷയും അത്രത്തോളം ആയിരുന്നു. അതും അതിനൊരു കാരണമാണ്. ഈ സിനിമയിലുള്ള ഒരേ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പാസ്റ്റ് കാണിക്കുന്ന ഫസ്റ്റ് ഒരു 15-20 മിനിറ്റ് ഇത് ആ ഒരു ബിൽഡപ്പ് ചെയ്ത സീനും, പിന്നെ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈ ആദ്യ സീനുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ചെറുതായിട്ട് ചിമ്പുവിൻ്റെ ബാക്ക് സ്റ്റോറിയും പ്രസൻറ്റും കാണിക്കുമ്പോഴുള്ള സീനുകളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ഫീല്. അല്ലാതെ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ഗോസ്റ്റ് കമ്മിങ് ബാക്ക്, ഒരു നമുക്കറിയാം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു. അതിൽ യാതൊരു പ്രഡിക്ഷനും നമ്മളെ ഒരു രീതിയിലും നമ്മുടെ ചിന്തകളെ മറികടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ. ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഗാങ്സ്റ്ററുടെ ഒരു മിസ്സിങ് ഉണ്ടാവുന്നു. വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വന്നു. ഇതൊക്കെ ഏത് കാലത്തെ കഥയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമുക്കറിയാം അവിടെ കമൽഹാസൻ തീർന്ന സിനിമ തീർന്നല്ലോ. ഇത്രയും വളരെ ചൈൽഡിഷായ രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ആക്ഷൻ രംഗങ്ങളും അതുപോലെ തന്നെ അൻപർവാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ആക്ഷൻ സീക്വൻസ് വളരെ രസമുണ്ട്. ഡൽഹിയിലെ ഒരു തെരുവിൽ പ്രാവുകൾ പറക്കുന്ന അതിൻ്റെ ഒരു ക്യാമറ ഷോട്ടും അതിൻ്റെ വർക്കും ആ ഒരു ആക്ഷൻ സീനും, അതിൽ ജോജു ജോർജ് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. അതും അങ്ങനെയുള്ള ചില സീനുകൾ വളരെ നന്നായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിരലിലെണ്ണാവുന്ന സീനുകളോ മൊമെൻസുകളോ മാത്രം സമ്മാനിക്കുന്ന കമൽഹാസൻ്റെ അടുത്ത ഒരു പരാജയ ചിത്രമായിട്ടാണ് തഗ് ലൈഫ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.